മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളിതാ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വദേശങ്ങളിലിരുന്നും വിദേശങ്ങളിലിരുന്നും കുടുംബങ്ങളിലിരുന്നും വാഹനങ്ങളിലിരുന്നും ഒക്കെ ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ കാണുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് ഇതാ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന രോഗികളായ എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുകയാണ്. ഇതാ ദിവ്യകാരുണ്യത്തിനൊരു ശക്തി, തിരുക്കുരിശെന്നൊരു ശക്തി നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇതാ ദൈവിക ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, തിരുക്കുരിശിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരികയാണ്. അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തുകയാണ്. പല വിധത്തിലുള്ള രോഗങ്ങളായവരല്ലേ ഇപ്പോൾ ഇത് സംബന്ധിക്കുന്നവര്. ഓരോ രോഗികളുടെ അടുത്തേക്കും ഈശോ കടന്നു വരികയാണ്. അസ്ഥി സംബന്ധമുള്ള രോഗങ്ങളിലേക്ക്, നാട് ഞരമ്പ് രോഗങ്ങളിലേക്ക്, തളർന്നുപോയ കൈകാലുകളിലേക്ക്, കാഴ്ചയില്ലാത്ത കണ്ണുകളിലേക്ക്, കേൾവിയില്ലാത്ത കാതുകളിലേക്ക് ഈശോ കടന്നു വന്ന് നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വചനം ഓർമ്മപ്പെടുത്തുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. തുടർന്ന് പറയുന്നു, നീ രോഗിയായി തീരുമ്പോൾ സഭയിലെ പുരോഹിതരെ വിളിക്കുക. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഇപ്പോൾ ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളുടെ മക്കളേക്കും അവന്റെ ശിരസിൽ കൈകൾ വെച്ച്, അവളുടെ ശിരസിൽ കൈകൾ വെച്ച് കർത്താവെ നീ തൊടണമേ. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് സർവ മക്കളും നിറയട്ടെ. പൈശാചികമായ ബന്ധനങ്ങൾ കുരിശിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. ഞങ്ങളെ ശല്യം ചെയ്യുന്ന രോഗപീഠകൾ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപോകട്ടെ. ഞങ്ങൾ ആയിരിക്കുന്ന ആ മുറിയുടെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അതിർത്തിയുടെ ഉള്ളിൽ നിന്ന് എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ. ഞങ്ങൾ വസിക്കുന്ന ഭവനത്തിന്റെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും കടന്നു വരുന്ന തിന്മയുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോകട്ടെ. അത്ഭുതകരമായ സൗഖ്യം സർവ്വർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്ന സർവ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.